കാണിച്ച CPM-ന്റെ പ്രകടന പത്രികയിൽ സാമൂഹ്യ സുരക്ഷ ഇത് പോളിസിയും അംഗനവാടി ആശാ വർക്കർ റിസോഴ്സ് അധ്യാപകർ പാചക തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ NHM ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം അല്ല ഇതിൽ പറയട്ടെ അല്ല അതിനകത്ത് ശേഷമുള്ള അനുബന്ധം എന്നാണ് വായിക്കാനെന്ന് പറയൂ. ഒറ്റ ഇതിനകത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും ഇതാണ് നിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ ഇതാണ് വായിക്കുന്നത്. സഹകരണം CPM-ന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സാമൂഹ്യ അതിനകത്ത് അനുബന്ധം ഇനം 890 ഇതിനകത്ത് ഒരു കാര്യം ഇല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. CPM-ന്റെ വെബ്സൈറ്റ് ആണ്, നോക്കൂ. അല്ല CPM-ന്റെ വെബ്സൈറ്റിലുള്ളത് നിങ്ങൾ വേഗത്തിൽ കിട്ടാവുന്ന ഒരു രേഖയാണ്. അല്ല വേഗത്തിൽ കിട്ടാവുന്ന രേഖയുടെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിക്കണം. നിങ്ങൾ കൊടുക്കുന്ന വാർത്താക്കുറിപ്പ് പോലെ വ്യാജമായിരിക്കാം. ഇത് നോക്കൂ, CPIM Kerala.org. നിങ്ങൾ എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ. ഇത് വളരെ കഷ്ടമാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകുന്നു. ഇത് കേന്ദ്ര ഞാൻ പിന്നോട്ട് പോയില്ല. മിനിസ്റ്റർ ഒരു വിഷയം പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ പരിശോധിച്ചു. ഇപ്പൊ എനിക്ക് കയ്യിൽ കിട്ടിയ ഒരു സാധനമാണിത്. ഞാൻ നോക്കിയതാണ്. നിങ്ങൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായിട്ട് പരിശോധിക്കണം. നിങ്ങൾ ഇതുകൂടെ വായിക്കൂ. ഇതിന്റെ അവസാനത്തെ ഈ അനുബന്ധം ഇതെന്ന് പറയൂ. സാമൂഹ്യ സുരക്ഷ നിങ്ങൾ പറഞ്ഞ 44-ാമത്തേതാണിത്. നോക്കൂ. LDF-ന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക 44-ൽ അനുബന്ധം ഇനം 890-900 ആ അനുബന്ധമാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ ഇതാണ് അല്ലെന്നേ ഇതിനകത്ത് ബാക്കി നിങ്ങൾ എന്താ വായിക്കാത്തത്? ഇതിനകത്തൊന്നും അധികം ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ. ഞാൻ സത്യമാണ് പറഞ്ഞത് അല്ലെന്ന് നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾ ആ രേഖ ശരിയാണോ? നിങ്ങൾ കൊടുത്ത അനിൽ ആന്റണിയുടെ വാർത്താക്കുറിപ്പ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്തയാണെന്ന് കേരളത്തിലെ ഒരു MP പറഞ്ഞു എന്ന് പറയുന്നത് വാർത്ത കൊടുത്ത ചാനലുകളിൽ ഉള്ളവരാണ് നിങ്ങൾ. അതൊന്നും എനിക്ക് അത് ഇപ്പൊ സത്യമാണെന്ന് ഞാൻ പറഞ്ഞ സത്യം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇത് വളരെ കഷ്ടമാണ്. 18-ാം തീയതി നിങ്ങൾ വീണ്ടും അവിടെ തന്നെ നിൽക്കണോ? അവിടെ തന്നെ കുരുങ്ങുവാ. 18-ാം തീയതി അപ്പോയിന്റ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു. 18-ാം തീയതി ഞാൻ എന്തിനാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ ബോധിപ്പിക്കുന്നത്? ഞാൻ ബോധിപ്പിക്കേണ്ട പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കൊരു മീഡിയ ഉണ്ട്, സാമൂഹ്യ മീഡിയ ഉണ്ട്. ആ മീഡിയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഉത്തരം എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവച്ചോളാം കേട്ടോ. ശരി.